ഹായ് ഹലോ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് നാളെ SSLC എക്സാം ഫിസിക്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4ാമത്തെ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസും അതേപോലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. നമുക്ക് സംസാരിക്കാനൊന്നും സമയമില്ല, വേഗം ശ്രദ്ധിച്ചോ, വേഗം എന്താക്കാം, സെറ്റാക്കാം. ഓക്കെ, മനസ്സിലാക്കി വെച്ചോ. നമ്മൾ പറയാണ് മാഗ്നറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഗാന്ധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. മക്കളെ മനസ്സിലാക്കി വെച്ചോ. ആ ഗാന്ധത്തിൽ വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. എങ്ങനെ വെച്ചാലേ ശ്രദ്ധിച്ചു വെച്ചോട്ടോ. എന്താണൊരു മാഗ്നറ്റിക് ഫീൽഡ്? എന്താണൊരു മാഗ്നറ്റിക് ഫീൽഡ് അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗാന്ധിക മണ്ഡലം. ഗാന്ധിക മണ്ഡലം. അതേപോലെ ശ്രദ്ധിച്ചോട്ടോ, നാളെ വരും ശ്രദ്ധിച്ചോ. അതേപോലെ പറയാണ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? എന്താണ്? ഗാന്ധിക മണ്ഡല രേഖകൾ. എന്താണ്? ഗാന്ധിക മണ്ഡല രേഖകൾ. അതേപോലെ മനസ്സിലാക്കി വെച്ചോ, എന്താണ് മാഗ്നറ്റിക് ഫ്ലെക്സ്? ഈ 3 കാര്യങ്ങൾ അഥവാ എന്താണ് ഗാന്ധിക ഫ്ലെക്സ്? ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ശ്രദ്ധിച്ചു വെച്ചോട്ടോ, ഇത് 3 ക്വസ്റ്റ്യൻ വരും. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, ഒരു ഗാന്ധം നിൽക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള ലൈൻസിൽ, അതിന് ചുറ്റുമുള്ള രേഖകളില്ലേടാ. അപ്പോൾ നോക്കാം, ഈ ഒരു ഗാന്ധം നോക്കിയോക്കെ, ഈ ഗാന്ധത്തിന് ചുറ്റും രേഖകളില്ലേ? ഈ രേഖകളെ വിളിച്ച പേരാണ് എന്ത്? ഗാന്ധിക ലൈനുകൾ അഥവാ ഗാന്ധിക മണ്ഡല രേഖകൾ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിൽക്കാൻ വേണ്ട സ്ഥലമാണ്, അല്ലെങ്കിൽ ഗാന്ധിക മണ്ഡല രേഖക്ക് നിൽക്കാൻ വേണ്ട ഇടമാണ് ഗാന്ധിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ്. ഒന്നുമില്ലടാ, പേരിൽ തന്നെ ഉണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്നല്ലേ. അഥവാ മാഗ്നറ്റിക് ഫീൽഡിലുള്ള ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ് സാർ. അപ്പം അതേപോലെ മനസ്സിലാക്കി വെച്ചോ, എന്താണ് മാഗ്നറ്റിക് ഫ്ലെക്സ്? നമ്മൾ പറഞ്ഞു കേട്ടോ, എന്താണ് ഗാന്ധിക മണ്ഡലം എന്ന് പറഞ്ഞു, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു. ഇനി അതേപോലെ പറയാണ് മക്കളെ, എന്താണ് മാഗ്നറ്റിക് ഫ്ലെക്സ്, എന്താണ് ഗാന്ധിക ഫ്ലെക്സ്? ഒന്നുമില്ല. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇല്ലേ, അതിൻ്റെ ഒരു കൂട്ടത്തെ വിളിച്ച പേരാണ് എന്ത്? മാഗ്നറ്റിക് ഫ്ലെക്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് എന്താ? ദ ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അഥവാ ഗാന്ധിക മണ്ഡല രേഖകളുടെ ഒരു കൂട്ടത്തെ വിളിച്ച പേരാണ് എന്ത്? ഗാന്ധിക ഫ്ലെക്സ്. സിമ്പിൾ അല്ലേടാ? സിമ്പിളാണ്. അപ്പോൾ ഈ കാര്യം വെച്ച് കണ്ട ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ചോദിക്കും. മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഗാന്ധിക മണ്ഡല രേഖകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഗാന്ധിക മണ്ഡലം കൂടും അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എണ്ണം കൂടിയാൽ എന്ത് കൂടും? അവർക്ക് നിൽക്കാൻ വേണ്ട സ്ഥലം കൂടൂലേ? ഗാന്ധിക മണ്ഡലത്തിന്റെ ലൈൻസ് കൂടൂലേ? ലൈൻസ് കൂടിയ ഫ്ലെക്സ് കൂടൂലേ? കൂടും. മനസ്സിലാക്കി വെച്ചോ, ഈ ഗാന്ധിക മണ്ഡല രേഖകൾ കൂടിക്കഴിഞ്ഞാൽ ഗാന്ധിക മണ്ഡലം കൂടും, അതിന് ഫ്ലെക്സും കൂടും. ഈ കാര്യം വെച്ച് കണ്ട് നാളെ ഒരു എക്സാമിന് ഒരു മാർക്കിന്റെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഷുവറാ? വരും. ഓക്കെ, ഈ കാര്യം റെഡി ആണല്ലോ. അപ്പോൾ മനസ്സിലാക്കി വെച്ചു, 3 കാര്യങ്ങൾ. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, എന്താണ് മാഗ്നറ്റിക് ഫ്ലെക്സ്. സെറ്റല്ലേ? ആണ് സാർ, ആണ്. ഓക്കെ, എന്നാൽ റെഡിയാണ്. നമ്മൾ അടുത്ത കാര്യം പറയണം മക്കളെ. നമുക്ക് ഈ പാഠത്തിലൂടെ നീളം 2 റൂൾസ് അല്ലെങ്കിൽ 2 ലോസ് മാത്രമേ പഠിക്കാനുള്ളത്. ആ 2 റൂൾസ് ഏതൊക്കെ വെച്ചാൽ ടോട്ടൽ എത്രയാണ്? 2 അതേതൊക്കെ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അഥവാ മാക്സ്വെല്ലിന്റെ പെരുവിരൽ നിയമം. ആ പീരാണ്ടിലും പെരുവിരൽ നിയമം. അതേപോലെ 2ാമത്തെ റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അഥവാ ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം. എടാ, ആ 2 റൂള് പഠിച്ചാൽ കഴിഞ്ഞു. ഈ 2 റൂളേ പാഠത്തിലുള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. എടാ, മാഗ്നറ്റിക് നോക്കാം, ശ്രദ്ധിച്ചോട്ടോ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താന്നാ പറയണത്? ഒന്നുമില്ലടാ, നോക്കിയോക്കെ. ഈ പെന്നിൽ മേലേക്കാണ് കറണ്ട് പോണതെന്ന് കരുതിയാ മതി. എടാ, മേലേക്കാണ് കറണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോട്ടോ, നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അഥവാ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ രീതിയിൽ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. വേറെ രീതിയിലൊന്നും പിടിച്ചിട്ട് ഞാൻ അറിയില്ലേ. ഈ രീതിയിൽ എന്ത് ചെയ്യുക? കൈ ഒന്ന് ചുറ്റി പിടിക്കുക. ഓക്കെ, ഇങ്ങോട്ട് ചുറ്റി പിടിക്കുക. ഈ ചുറ്റി പിടിച്ച മക്കളെ, എടാ മേലക്കല്ലേ കറണ്ട് പോണത്, ആ ദിശയിൽ നമ്മൾ പെരുവിരൽ അഥവാ തള്ളാൻ വിരൽ തമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ചുറ്റി പിടിച്ച വിരലല്ലേ, അതായിരിക്കും ഗാന്ധിക മണ്ഡല രേഖകളുടെ ഡയറക്ഷൻ അഥവാ ദിശ. ഓക്കെ, അപ്പോൾ ഗാന്ധിക മണ്ഡലത്തിന്റെ ദിശ കാണാനാ ചോദ്യം വരിക. നമ്മൾ എന്ത് നോക്കിയാൽ മതി? കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ട് നമ്മൾ തമ്പാക്കി പിടിച്ചാൽ മതി. ഉദാഹരണത്തിന് നോക്കാം, ഏന്ന് ബീക്കാണ് ഇതിൽ കറണ്ട് പോകണമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. കരുതാം, ഏന്ന് ബീക്കാണെന്നുണ്ടെങ്കിൽ നോക്കാം, മേലക്കല്ലേ കറണ്ട് പോകണ്ടാവുക. ഇതാണ് ഐ അല്ലേ, മേലക്കാണ് ഐ. അപ്പോൾ ഈ തമ്പ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? കറണ്ടിനെയാണ് റെപ്രസെന്റ് ചെയ്യണത്. അപ്പോൾ ബാക്കിയുള്ള വിരലുകളില്ലേ, ഈ വിരലുകളെല്ലാം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? മാഗ്നറ്റിക് ഫീൽഡ്. സിമ്പിളാണ് സാർ. അപ്പോൾ ഈ കാര്യം റെഡിയാണോ? ഇതിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചു. ഇതിന് മലയാളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വലതു കൈ പെരുവിരൽ നിയമം. വൈദ്യുതി പ്രവാഹ ദിശയിൽ പെരുവിരൽ വരത്തക്ക രീതിയിൽ ചാലകത്തെ വലതു കൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ച വിരലുകൾ ഗാന്ധിക മണ്ഡലത്തിന്റെ
പറ, ഗാന്ധിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കും. സിമ്പിൾ അല്ലേടാ, മനസ്സിലാക്കി വെച്ചോ. ഇത് വെച്ച് കാണ്ടും നാളെ എന്തുണ്ടാവും? നാളെ ഷുവറാണ് മക്കളെ, നാളത്തെ 2025 ക്രിസ്മസ് എക്സാമിന് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മക്കളെ, ശ്രദ്ധിച്ചു വെച്ചോട്ടോ. 2025 എക്സ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഷുവറാ. അതേപോലെ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നാളത്തെ ക്രിസ്മസ് എക്സാം 2025 ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷുവറാ, വരും. കണ്ടിന്. ഓക്കെ, ഇനി എല്ലാവരും ശ്രദ്ധിച്ചു വെച്ചോ. ഇതേപോലെ ഇനി അടുത്ത പഠിക്കാനുള്ള കാര്യമാണ് സോളിനോയിഡ്. എന്താണ് ഒരു സോളിനോയിഡ് എന്താ നിങ്ങളൊന്ന് പറയും. ഇതൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ചാപ്റ്റർ പുതുതായിട്ടാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷം ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഇതേപോലെ PYQ ചോദിച്ചത് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനി വരും ചാൻസ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് വരിക എന്നുള്ളത് ഏകദേശം ധാരണ ഉണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ കേട്ടോ. അപ്പോൾ സോളിനോയിഡ് എന്താണെന്നുള്ളത് അറിയാലോ. എന്താ സോളിനോയിഡ്? എടാ, കറണ്ട് പോണ ഒരു സാധനത്തെ നമ്മളിങ്ങനെ ഒരു വള്ളി പോലെ പോക്ക്, അഥവാ ഒരു നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാലകത്തെ നമ്മൾ ഹെലിക്സ് പോലെ എന്നൊക്കെ പറയും. ഒരു ഹെലിക്കൽ രൂപത്തിൽ എന്ത് ചെയ്യുക, സർപ്പിളാകൃതിയിലൊക്കെ എന്ത് ചെയ്യുക, ചുറ്റി പിടിക്കുക. അങ്ങനെ വിളിച്ചാൽ ഇതിന്റെ പേരാണ് എന്ത്? സോളിനോയിഡ്. പറ, എന്താണ് സോളിനോയിഡ്? ഈ സോളിനോയിഡിക്ക് നമ്മൾ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചു വെച്ചോട്ടോ, ഒരു കൺസെപ്റ്റ് ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. ഒരു സോളിനോയിഡിക്ക് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു മാഗ്നറ്റ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. ഒന്നുമില്ല, ഒരു സോളിനോയിഡ് കൂടി കറണ്ട് പോകുന്നുണ്ടോ? മാഗ്നറ്റാ. ഒരു കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ് ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് പ്രവർത്തിച്ചു? ഒരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിച്ചു. സിമ്പിൾ അല്ലേടാ? ആണ്. ശ്രദ്ധിച്ചോട്ടെ, നമ്മൾ പറയണത് എന്താ വെച്ചാൽ ഒരു സോളിനോയിഡ് കൂടി കറണ്ട് പോയാൽ അതൊരു മാഗ്നറ്റാ. എടാ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും പറയണേ, ഈ മാഗ്നറ്റിന്റെ പോള് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ശ്രദ്ധിച്ചോട്ടോ, ഈ മാഗ്നറ്റിന്റെ നമ്മൾ പറയുകയാണ് ഇത് A ആണ്, ഇത് B ആണെന്ന് പറയും. ഈ B ഏതാണ് പോള്, A ഏതാണ് പോള് എന്നുള്ളൊരു ചോദ്യം ഷുവറാ വരും. ഓക്കെ, ശ്രദ്ധിച്ചോ. പോള് ചോദിച്ചാൽ എന്താ കാട്ടി വെച്ചാലേ നോക്കിക്കോട്ടോ, ഇതിൽ എവിടെയാണ് പോസിറ്റീവ് എവിടെയാണ് നെഗറ്റീവ് എന്നുള്ളത് എല്ലാവർക്കും നല്ല രീതിയിൽ ആദ്യം ധാരണ വേണം. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ. ഇതാണ് പോസിറ്റീവ് ഇവനല്ലേ നെഗറ്റീവ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് വരികയെന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് പോയിട്ടായിരിക്കും ചുറ്റി വരല്ലേ അല്ലേ, ഇവിടെ ഇങ്ങനെ കറണ്ട് പോയി ഇവിടേക്ക് എത്തണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ, കറണ്ട് ഈ കൂടെ പോകുന്നുണ്ടാവും. വലത്ത് നടത്ത് കാണോ, ഇടത്തുനിന്ന് വലത്ത് കാണോ, നോക്കിയിട്ട് പറയാം. B ന്ന് A ക്കാണോ, A ന്ന് B ക്കാണോ? B ന്ന് A ക്കല്ലേടാ, B ന്ന് A ക്കല്ലേ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, B ന്ന് A ക്കാണ്, അങ്ങോട്ടാണ് കറണ്ട് പോണത് അല്ലേ, അങ്ങോട്ടാണ് കറണ്ട് പോണത്. നോക്കുക, നമ്മൾ വലത്തെ കൈ പിടിക്കണം, അഥവാ ഇങ്ങനെയല്ലേ പിടിക്കുന്നുണ്ടാവുക? ആണ് സാർ, ആണ്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചു വെച്ചോ. എടാ, വലത്തെ കൈയിൻ്റെ പെരുവിരൽ അങ്ങട്ടല്ലേ, ബാക്കി പിടിച്ച് വരാളൊക്കെ ഇങ്ങോട്ടല്ലേ. ഇപ്പൊ ശ്രദ്ധിച്ചോടോ, ഇതാണ് B അല്ലെ, ഇതാണ് B, ആ സൈഡാണ് A. എടാ, ഈ ബീന്ന് ശരിക്കും നോക്കി നോക്കുക, എടാ, ഈ B എന്ന് പറഞ്ഞാൽ നോക്കിക്കോ. എടാ, അത് ഇങ്ങനെയല്ലേ ചുറ്റി പിടിക്കണേ. എടാ, ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ആരായിരിക്കും? ക്ലോക്ക് ആണോ, ആന്റി ക്ലോക്ക് ആണോ? പറ, ക്ലോക്ക് വൈസ് അല്ലേ. ഇപ്പൊ മനസ്സിലാക്കി വെച്ചോ, ഇവിടെ B എന്ന് പറയണത് ആരായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. കാണുന്നില്ല അല്ലേ? ഓക്കെ, ഞാൻ അടിക്കാക്കാം. ക്ലോക്ക് വൈസ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറ, എടാ, ഇത് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നോക്കൊന്നും വേണ്ട, അത് ആരായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇനി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, എടാ, അത് ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നോക്കി നോക്കുക. എടാ, ഇത് ഇങ്ങനെയല്ലേ ചുറ്റി പിടിക്കണേ, എടാ, ഇത് ഇങ്ങനെയല്ലേ, ഈ വിരലൊക്കെ ഇത് ഇങ്ങനെയല്ലേ ചുറ്റി പിടിക്കണേ, അത് ആരായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. മനസ്സിലാക്കി വെച്ചോ. ഇത് ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ മറ്റോനാരായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സാർ കിട്ടി. എടാ, ആന്റി ക്ലോക്ക് വൈസ് എന്താ കാര്യം? പോളല്ലേ ചോദിച്ചിരിക്കണേ, അത് നോർത്ത് പോളാണോ സൗത്ത് പോളാണോ എന്ന് പറയണ്ടേ? എടാ, എങ്ങനെ പറയാൻ പറ്റുക? ശ്രദ്ധിച്ചു വെച്ചോ. നോർത്തും പോൾ നമ്മൾ പറയാം, ഒന്നെങ്കിൽ നോർത്ത് പോൾ ആയിരിക്കും അല്ലെങ്കിലോ സൗത്ത് പോൾ ആയിരിക്കും. എടാ, സൗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയല്ലേ വരക്കുക, നോർത്ത് പറയുമ്പോൾ എങ്ങനെയല്ലേ വരക്കുക? ആണ്. എടാ, ശ്രദ്ധിച്ച് നോക്കി, ഇതിനുള്ളിൽ ഒരാളുണ്ട്. ആരാണത്? എടാ, ഈ നോർത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയല്ലേ നമ്മൾ വരക്കുക? അഥവാ ഈ രീതിയിലല്ലേ വരുന്നത്. ഈ രീതിയിൽ വരിക എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? നോർത്ത് ആണെന്നുണ്ടെങ്കിൽ പഠിച്ചു വെച്ചോ, അത് ആരായിരിക്കും? നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വൃത്തിയിൽ വരക്കട്ടോ, പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടു. ഇതാരായിരിക്കും? നോർത്ത് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സൗത്ത് ആണെന്നുണ്ടെങ്കിൽ സൗത്ത് എങ്ങനെ വെച്ചിട്ട് നോക്കുക, ശ്രദ്ധിച്ച് നോക്ക്. സൗത്ത് എങ്ങനെ വരണേ? ഇങ്ങനെയല്ലേ സൗത്ത് വരണേ. അതാരാണ്? ഇത് ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ നീ നോർത്ത് ആരാ സൗത്ത് ആരാ നിങ്ങൾക്ക് പറഞ്ഞൂടെ? എങ്ങനെ പറയാൻ പറ്റുക? ബി എന്ന് പറഞ്ഞാൽ അതാരാ? ക്ലോക്ക് വൈസ് അല്ലേ. നോക്ക്, ബി എന്ന് പറഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് അല്ലേ. ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇതായിരിക്കുമ്പോൾ അവിടെ ആരായിരിക്കും മക്കളെ? അവിടെ സൗത്ത് പോളായിരിക്കും സാർ. അല്ലേ? ആണ്. അതവിടെ ആരാണ്? സൗത്ത് ആണ്. യെസ് ആണ്. ഇവിടെ ആരായിരിക്കും? നോർത്ത് ആയിരിക്കും. അപ്പൊ എ ഏതാണ് പോള്, ബി ഏതാണ് പോള് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇനി കുടുങ്ങാൻ പാടില്ല. എന്താ ചെയ്യണ്ടേ? നമ്മൾ വരൽ വെച്ച് നോക്കുക, എന്നിട്ട് ഈ സൈഡ് ഒന്ന് നോക്കുക, ഈ സൈഡ് നോക്കുക. ഒരാൾ ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്നാരായിരിക്കും? ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ടോടാ? ഇല്ല സാർ, സെറ്റാണ്. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്കിൽ നോക്കി നോക്കാം.
ഞാൻ പറഞ്ഞതാണ്, ഒരു മാഗ്നറ്റ് ഉണ്ട്, ആ മാഗ്നറ്റ് അതേപോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ആര്, ഒരു സോളിനോട് കൂടി കറണ്ട് പോയാൽ, അല്ലേടാ? ശ്രദ്ധിച്ചോ, ഒരു സോളിനോട് കൂടി കറണ്ട് കടത്തി വിട്ടാൽ അത് എന്തായിട്ട് പ്രവർത്തിക്കും, ഒരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കും. ഇത് നമ്മൾ പറഞ്ഞതാ. റെഡി അല്ലേ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോട്ടോ, ഇവിടുന്ന് ഒരു ചോദ്യം ഉണ്ടാവും, നമ്മൾ പറഞ്ഞതാണ് 2025. അതെങ്ങനെ ഇതിനെന്താ വെച്ചാൽ നാളെ നിങ്ങൾ ഓർക്കണം, ഇത് പറഞ്ഞതാണെന്നുള്ളതൊരു ഓർമ്മയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇതുണ്ട് 2025. പോയോ, എവിടേക്കാ പോണ്? 2025 ക്രിസ്മസ് എക്സാമിന് നാളെ ചോദിക്കാൻ പോണ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇത് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാൻ വയ്ക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. കുഴപ്പമില്ലല്ലോ, ഇവിടെ എഴുതി വെക്കണുണ്ടോ ഈ NS ഒക്കെ ഇങ്ങനെ ഇത് വരുന്നതെന്നുള്ളത്. എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ്, ആൻറ്റി ക്ലോക്കാണ്. അതേപോലെ എസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ്, ക്ലോക്ക് വൈസ് ആണ്. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ വരുവാടാ, ഷുവറാ, ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, നമുക്ക് ടൈമില്ല, വളരെ ലിമിറ്റഡാണ്. നമുക്ക് എന്ത് ചെയ്യാം, ബാർ മാഗ്നറ്റ് അതേപോലെ എന്ത് ചെയ്യണം, ഒരു നമ്മൾ പറയുകയാണ് കറണ്ട് ക്യാരിങ് സോളിനോട്. നമ്മൾ പറഞ്ഞു ഒരു കറണ്ട് ക്യാരിങ് സോളിനോട് എന്തായിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞു, ഒരു മാഗ്നറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞില്ലേ? എടാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്? അപ്പോൾ അറിയണമല്ലോ, അതൊരു ടേബിൾ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ടെക്സ്റ്റ് ബുക്കിലായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. ശ്രദ്ധിച്ചോ, ഇവിടെ പറഞ്ഞു ബാർ മാഗ്നറ്റ് എന്തായിരിക്കും. നമുക്കറിയാം ഒരു ബാർ മാഗ്നറ്റ് നമുക്ക് പിന്നെ മാറ്റാൻ പ്രവർത്തിക്കാൻ ശക്തി കൂട്ടാനും കുറക്കാനൊന്നും പറ്റൂല. അതേപോലെ ഇവിടെ പറയുന്നുണ്ട് ബാർ മാഗ്നറ്റ് ഗാന്ധിക ശക്തി എന്താണ്, ഇവിടെ സ്ഥിരമാണ്, പെർമനൻ്റ് ആണ്. ഇവിടെ എന്തൊക്കെ അവസ്ഥ, മാഗ്നറ്റിസം എന്തായിരിക്കും മക്കളെ പറ, മാഗ്നറ്റിസം ടെമ്പററി ആയിരിക്കും, അല്ലേ? അറിയാം, ടെമ്പററി. ഞാൻ അതേപോലെ പറയാം, മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി വേരിയഡ്, അതിൻ്റെ പവർ സ്ട്രെങ്ത് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റുമെന്ന് പറയണേ. ഇവിടെ എന്തൊക്കെ അവസ്ഥ, ക്യാൻ ബി വേരിയഡ്, അല്ലേടാ? ആണ് സാർ, ആണ്. അതേപോലെ പറയാണ് പൊളാരിറ്റി ക്യാനോട്ട് ബി ചേഞ്ച്. പണിട്ട് എന്തൊക്കെ പൊളാരിറ്റി ക്യാൻ ചേഞ്ച്, പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്. അതേപോലെ ഇവിടെ മലയാളത്തിലുണ്ട് കേട്ടോ. ഇവിടെ എന്താ അവസ്ഥ, സ്ഥിരമാണ് ആയിക്കോട്ടെ. ഇവിടെ എന്തല്ല, സ്ഥിരമല്ല. ഇവിടെ എന്താ അവസ്ഥ, വ്യത്യാസപ്പെടുത്താൻ കഴിയും. ഇവിടെ എന്താ പറ്റൂല, വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. ഓക്കെ, ഇവിടെ എന്തെങ്കിലും അവസ്ഥ, ഗാന്ധിക ധ്രുവത മാറ്റാൻ സാധിക്കുകയില്ല. ഇവിടെ എന്തെങ്കിലും സാധിക്കും, യെസ് യു ക്യാൻ മാൻ, സാധിക്കും. നാളത്തെ എക്സാമിന് വരുന്നതാണ് കേട്ടോ, അപ്പോൾ സാധിക്കണം. ഓക്കെ, വെറുതെ സാധിച്ചതല്ലേ, എക്സാം എഴുതാൻ സാധിക്കണം, നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഇത് മക്കളെ ബുദ്ധിമുട്ടില്ലല്ലോ, ഇത് നോക്കിട്ടോ, അവിടെ എഴുതി വെച്ചോ 2025 ക്രിസ്മസ് എക്സാം. ഇതൊക്കെ ചോദിച്ചാൽ സ്ഥലമുണ്ടോ സാറേ? വീരുടാ, ഇതൊക്കെ എന്തിനാ പറയട്ടെ, എന്നാൽ നിങ്ങൾ പഠിച്ചു പോകണം. ഇത് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഉണ്ട്, ഇത് പഠിച്ചു പോയിട്ട് കാര്യമുണ്ട്. ഇത് മാത്രം പഠിച്ചിരിക്കരുത്, നമുക്ക് പുതിയൊരു മോഡലാണെങ്കിൽ പോലും ഇതെന്തായാലും നിങ്ങൾ നോക്കണം. അത് വേണ്ടിയിട്ടാണ് പറയണേ. ഓക്കെ, ഞാൻ അതേപോലെ പറയുകയാണ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂസ് നമ്മൾ കുറേ പറഞ്ഞു. കറണ്ട് ഈ കൂടി പോകുന്നുണ്ട്, അവിടെ എന്തുണ്ട്, ഗാന്ധിക മണ്ഡലം ഉണ്ട്. എടാ അങ്ങനെ ഉണ്ടായിട്ട് അതിനോട് ഉപയോഗം എന്താ, അതവിടെ പറയണത്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് കൊടുത്തപ്പോൾ എല്ലാവരോടും പറഞ്ഞതാണ്. ഒരു പേജിന് ടെക്സ്റ്റ് ബുക്കിൻ്റെ പകുതി പേജോളൊരു യൂസ് പറയാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതിന് അപ്ലൈ പറഞ്ഞതാണ്. ഓക്കെ, ശ്രദ്ധിച്ചു വെച്ചോ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ യൂസ് ഒന്നെന്താണ്, ട്രെയിൻ യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റ്സ്, മെഗ്ലെവ് ട്രെയിൻ, അതേപോലെ MRI സ്കാനിങ്, ഇലക്ട്രിക് മോട്ടർ. അതിവിടെ പറയണ്ടേ ഇവിടെ എന്താ സാധനം അറിയാലോ, സാധനം മാറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നോക്കി നോക്കാം. ഇവിടെ എന്താ വരുന്നുണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡ് പറയുമ്പോൾ വൈദ്യുതി കാന്തിക മണ്ഡലം അല്ലേ. ഈ വൈദ്യുതി കാന്തിക മണ്ഡലത്തിൻ്റെ ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെങ്കിലും വരും എന്ന് പറഞ്ഞേ, വൈദ്യുതി കാന്തിക മണ്ഡലത്തിൻ്റെ ഉപയോഗം എന്തായിരിക്കും, എന്താ വരുന്നുണ്ടാവുക നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. എന്തൊക്കെ വരുന്നുണ്ടാവുക, ക്രെയിൻ അല്ലേ, ക്രെയിൻ. പിന്നെ ആരൊക്കെയൊക്കെ രണ്ടാമത്തെ തരം മെഗ്ലെവ് ട്രെയിൻ. മൂന്നാമത്തെ തരം MRI സ്കാനിങ്. MRI സ്കാനിങ് തന്നെ ഇത് കേട്ടോ, MRI സ്കാനിങ്. പിന്നെ അടുത്ത ആരാ, ഇലക്ട്രിക് മോട്ടോർ അഥവാ വൈദ്യുത മോട്ടോർ. റെഡി അല്ലേ? മനസ്സിലാക്കി വെച്ചോ. ഇതിനെ മലയാളം ഞാൻ ചെയ്യാൻ ഷെയർ ആക്കുമല്ലോ, PPT ഷെയർ ആക്കുമ്പോൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് തരാം കേട്ടോ. അത് മാറിയതാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോ. അത് അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്തിരി കാര്യങ്ങൾ റെഡിയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞൊന്നുമില്ല. നമ്മളെന്താ ചെയ്തത്, ഒന്നുമില്ല. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് വെച്ചാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറഞ്ഞു. അതേപോലെ എന്ന് പറഞ്ഞു ഒരു പോളാരിറ്റി കാണാൻ ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. അതേപോലെ ഒരു മാഗ്നറ്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ത്, ഒരു സോളിനോട് കൂടി കറണ്ട് പോയാലെന്ന് പറഞ്ഞു. അതേപോലെ പറയാണ് ബാർ മാഗ്നറ്റ് ഇലക്ട്രോ മാഗ്നറ്റിൽ വ്യത്യാസം. അതേപോലെ ഇനി പഠിക്കേണ്ട കാര്യമാണ് മക്കൾ എന്ത് പറഞ്ഞു, ഒരു എയും ബിയും പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചതാട്ടോ. ഒന്ന് പറഞ്ഞേ, ഇവിടെ ആരേക്കും പോളാരിറ്റി വരുന്നുണ്ടാവാം,
എന്ന് പറഞ്ഞാൽ ഇവിടെ പൊളാരിറ്റി ആരായിരിക്കും? അവിടുന്ന് പോസിറ്റീവ് ഇവനാണ് അല്ലേ, ഇവൻ്റെ അല്ലേ നെഗറ്റീവ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വേണ്ടേ കറണ്ട് പോകാൻ. കറണ്ട് ഇങ്ങോട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ വിരൽ പിടിക്കേണ്ടി വരിക ആണോ? അല്ല, അത് ഇടത്തേ കൈയാ, വലത്തേ കൈ വേണം പിടിക്കാൻ. ഓക്കെ, വലത്തേ കൈ നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ, ഓക്കെ ശ്രദ്ധിക്കണം മക്കളെ, ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് കറണ്ട്. അത് നമുക്കറിയാം, അറിയാം. എടാ ഈ കറണ്ടിനെ നോക്കാം, ഇവിടെ ആരാ പോയിന്റ് ഉണ്ടാവുക? എ ആണ്, ഈ സൈഡിൽ ആരാ? ബി ആണ്. ഈ എ കൂടി നോക്കി നോക്കുക. എടാ ഇത് എങ്ങനെ ചുറ്റിക്കണം നോക്കി നോക്ക്, ഇത് എങ്ങനെ ചുറ്റിക്കണം നോക്കി നോക്ക്. എടാ ഇത് ക്ലോക്ക് വൈസ് അല്ലേ? ആണ് സാർ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? എ എന്ന് പറയണത് ആരായിരിക്കും? ക്ലോക്ക് വൈസ് ആയിരിക്കും. ഈ ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ആരാ? അവിടെ സൗത്ത് പോളാ, സൗത്ത് പോൾ. അതേപോലെ ബി എപ്പ് ആരായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ നോക്കി വെക്കണം എന്നില്ല, അത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതാരായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് അഥവാ നോർത്ത് പോൾ, നോർത്ത് പോൾ. പിന്നെ പഠിക്കാനുള്ളതാണ് ഫ്ലെമിങ്സിൻ്റെ ഇടത് കൈ നിയമം അഥവാ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? എടാ ഈ വിരൽ ഇടത്തെ കൈ ഇങ്ങനെ പിടിക്കാനല്ലേ പറഞ്ഞത്? ഇടത്തെ കൈ ഇങ്ങനെ പിടിച്ചിട്ടോ സാർ? എടാ മനസ്സിലാക്കി വെച്ചോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു 2 ആഴ്ചകൾ നിന്നോട് എഴുതി വെക്കാനൊക്കെ പറഞ്ഞിരുന്നു. എക്സാമിന് നാളെ എഴുതി പോകാൻ നിൽക്കരുത് കേട്ടോ, ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞിരുന്നു. ഇത് കൈ ഇങ്ങനെ എഴുതി വെക്കുക. എടാ ഇതെന്ന് പറഞ്ഞാൽ കറണ്ട് ആണോ? അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഫോഴ്സ് അഥവാ ബലാണ്. ഇതെന്ന് പറഞ്ഞാൽ ആരാ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക? പറ. ഇതെന്ന് പറഞ്ഞാൽ ആരാ? മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലം. ഇതെന്ന് പറഞ്ഞാൽ ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? കറണ്ട് ആണ് അഥവാ വൈദ്യുതി. ഇവിടെ ഞാൻ പറയുന്നു എഫ് ബി ഐ അല്ലേ, എഫ് ബി ഐ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനൊക്കെ പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചു വെച്ചോ, നമുക്ക് നാളെ എക്സാമിന് ഇത് വെച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാം ഉണ്ടോ സാർ? ഉണ്ട്. ഏത് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, ഷുവറാ. ഓക്കെ, 2025 ഇത് സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. എടാ ഈ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആവട്ടെ, മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആവട്ടെ, 2 മാർക്കിന് ക്വസ്റ്റ്യൻ വരും സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എന്താണെന്നുള്ളത് സാധൂകരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും, സ്റ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വരും. അപ്പോൾ എന്തായാലും പഠിച്ചിട്ട് പോകണേ, ഇത് എന്തായാലും വരും. ഒന്നിക്ക് തമ്പ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഷുവറാണ്, ഷുവറാണ്, ഷുവറാണ്. നാളെ എക്സാമിന് നിങ്ങളിത് കാണും. ഓക്കെ, അപ്പോൾ 2000 വെച്ചോ, 2025 എക്സ്മസ് എക്സാമിന് കാണാൻ പോകണ ക്വസ്റ്റ്യനാണ്. ഷുവറാ. ഇവിടെ എന്താ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യാണ്? എങ്ങോട്ടാണോ കറണ്ട് പോണത് ആ രീതിയിൽ എന്ത് ചെയ്തു നോക്കാം. വായിച്ചു നോക്കാം. ഹോൾഡ് ദി തമ്പ് ഫിംഗർ, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ ഇൻ യുവർ ലെഫ്റ്റ് ഹാൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. എല്ലാവരും എന്ത് ചെയ്യണം? 90 ഡിഗ്രിയിലാവണം. കുറേ ആൾക്കാർ പിടിച്ച് അവസാനത്തുമ്പോൾ ഒരു തോക്ക് പോലെയൊക്കെ ആവും. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ, മാർക്ക് കിട്ടൂല. അപ്പോൾ എല്ലാവരും പഠിക്കേണ്ടത് ഏത് രീതിയിൽ ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എങ്ങനെ വേണം? മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കണം. സെറ്റല്ലേ? ആണ്. ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ഫിംഗർ പോയിന്റ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് ഫസ്റ്റ് ഫിംഗർ, അത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞോ. അതേപോലെ പറയാം സെക്കൻഡ് ഫിംഗർ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. അപ്പോൾ തമ്പ് എന്ത് ചെയ്യും? നമ്മൾ ഇത് രണ്ടും പിടിച്ചാൽ മതി. തമ്പ് എന്ത് തരും? ഇത് എന്ത് തരും? ഫോഴ്സിന് തരും. അഥവാ എങ്ങോട്ടാണോ ബലം അത് അങ്ങോട്ട് തരും. മനസ്സിലാക്കിയോ കേട്ടോ? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡിന്റെ രീതിയിൽ പിടിക്കുക. ഇത് കറണ്ട് അഥവാ വൈദ്യുതിന്റെ രൂപത്തിൽ പിടിക്കുക. ഇത് രണ്ടും പിടിച്ചാൽ മതി. അപ്പം നമുക്ക് ഇത് എന്ത് തരും? എങ്ങോട്ടാണോ ചലനമുള്ളത്, എങ്ങോട്ടാണോ ഫോഴ്സ് ഉള്ളത് അങ്ങോട്ട് ഇത് കാണിച്ചു തരും. റെപ്രസെന്റ്സ് ദി തമ്പ് റെപ്രസെന്റ്സ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ചലനം, മൂവ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഇത് മലയാളം അതേപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവറാണ്. പിന്നെ പഠിക്കാനുള്ളതാണ് ഇലക്ട്രിക് മോട്ടർ. എന്താണ് ഇലക്ട്രിക് മോട്ടർ? എന്താണ് ഇലക്ട്രിക് മോട്ടർ ഒന്ന് പറഞ്ഞേ, നമുക്കറിയാം. എടാ ഇലക്ട്രിക് മോട്ടറിൽ നമ്മൾ പഠിച്ചിരുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഏത് റൂളാണ് ഉപയോഗിക്കുന്നത്? റൂൾ ഏതാ? പറ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, പഠിച്ചോക്കണേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറഞ്ഞതാട്ടോ. ഫ്ലെമിങ്സിൻ്റെ ഇടത് കൈ നിയമമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതേപോലെ പറഞ്ഞിരുന്നു ഇവിടുത്തെ നമ്മൾ പറഞ്ഞിരുന്നു പ്രിൻസിപ്പിൾ ഏതാ? നമ്മൾ പറഞ്ഞതാണല്ലോ പ്രിൻസിപ്പിൾ ഏതാ? അതെ, മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വം. പിന്നെ ഇതാ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഊർജ്ജമാറ്റം അഥവാ എനർജി ചേഞ്ച്. ചോദ്യം വരും കേട്ടോ, എനർജി ചേഞ്ച് ഒക്കെ ചോദിക്കാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട്. എനർജി ചേഞ്ച് എന്താ നമുക്കറിയാം. ഇതിന് എനർജി ചേഞ്ച് എന്താ? പറ. എടാ ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ കറക്കിങ്ങാണ് കറണ്ട് ഉണ്ടാക്കുക. ജനറേറ്റർ എന്ത് ചെയ്യുന്നു? കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് കറക്കാണോ? അല്ല, നമ്മളെന്താ പഠിച്ചിരുന്നത്? ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് കൊടുക്കുക, ഇങ്ങോട്ട് കറക്കാം. ഇലക്ട്രിക് മോട്ടറിന് ഉപയോഗം നമ്മൾ സ്കൂട്ടിയൊക്കെ ഇല്ലേ, മോട്ടോർ വെഹിക്കിൾ ഇല്ലേ, അതൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് കറക്കുക. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് കൊടുക്കുന്നു, കറക്കുന്നു. ജനറേറ്റർ നേരെ തിരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, കറണ്ട് ഇല്ലാത്ത നേരത്തിൽ ജനറേറ്റർ ഉപയോഗിക്കുക. അപ്പോൾ കറണ്ട് കൊടുത്തുകൊണ്ടാണോ കറക്കണതല്ല, കറക്കിങ് ആണ് എന്തുണ്ടാക്കുകയാണ്? കറണ്ട് ഉണ്ടാക്കുകയാണ് ജനറേറ്റർ. ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ കറണ്ട് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്? കറക്കുകയാണ്. അതാണല്ലോ ഡിഫറൻസ്. ഓക്കെ, മനസ്സിലാക്കി വെച്ചോ. ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി കേട്ടോ. അഥവാ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈദ്യുതോർജം എന്താക്കുന്നു? യാന്ത്രികോർജമാക്കി മാറ്റുന്നു. വൈദ്യുതോർജം യാന്ത്രികോർജമാക്കി മാറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് എനർജി ചേഞ്ച്, എന്താണ് പ്രിൻസിപ്പിൾ, എന്താണ് റൂള്. പിന്നെ അതേപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതിലില്ലേ
പാർട്ടിക്കിൾസ് ഇതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിൽ ആരൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ആരൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെച്ചോ. ഈ ചട്ടകം പോലെ ഇരിക്കുന്ന സാധനമല്ലേ എല്ലാവരും പറയലുണ്ട് ചട്ടകം. ഈ ചട്ടകം പോലെയുള്ള സാധനം എന്താ? അതാണ് ആർമേച്ചർ. ഓക്കെ, ആർമേച്ചർ അതന്നെ നമ്മൾ മലയാളത്തിൽ പറയാം ആർമേച്ചർ കേട്ടോ. ഇനി അതേപോലെ പറയുകയാണ് ഈ ഇതുണ്ടല്ലോ ഈ മാഗ്നറ്റ് പോലെ, അതിനെന്താ പറയുക? സോഫ്റ്റ് അയൺ കോർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡ്. സോഫ്റ്റ് അയൺ കേട്ടോ, സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ മാഗ്നറ്റ് പോൾ അല്ലേ. അത് സ്റ്റാറ്റിക് ആയിരിക്കും, അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ട്രിക് മോട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അനങ്ങണതാണ്. ഓക്കെ, മൂവബിൾ ആണ്. ശ്രദ്ധിച്ചു. ഇനി അതേപോലെ പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാറ്ററി. അതേപോലെ ഇതാരാ? കാർബൺ ബ്രഷുകൾ കേട്ടോ. രണ്ടും ഇതുണ്ട് കേട്ടോ, മലയാളമുണ്ട് ഇംഗ്ലീഷും ഉണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരൊക്കെയുള്ളത്? ഇത് ഏതാ റിംഗ് എന്ന് പറഞ്ഞത്? ഇത് ഏതാ റിംഗ്? അറിയാം സാർ, ഇതാണ് സ്പ്ലിറ്റ് റിംഗ് അല്ലേ. സ്പ്ലിറ്റ് റിങ്ങുകൾ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ അതിൽ നോക്കി പറയാം. ഇതിലാരൊക്കെ? പിന്നെ കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. ഓക്കെ, പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭ്രമണാക്ഷം പറയാം. ഈ പി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമ്മൾ അതൊരു വസ്തു അവിടെ ഇല്ല, നമ്മളൊരു പോയിന്റ് പോലെ കരുതാണ് കേട്ടോ. ഭ്രമണാക്ഷം അല്ലെങ്കിൽ ഇത് പറയാം ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഭ്രമണാക്ഷം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടോ? ഇല്ല. സ്പ്ലിറ്റാണ്, അത് മനസ്സിലാക്കുക. സ്ലിപ്പല്ല, സ്പ്ലിറ്റ്. ഇലക്ട്രിക് മോട്ടറിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു. ഓക്കെ, ഇതിലെന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ ആരാണ്? മോട്ടോർ പ്രിൻസിപ്പിളാണ്. അതേപോലെ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. ഓക്കെ, അതേപോലെ നമ്മൾ പറഞ്ഞു റൂൾ എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്സിന് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, അവിടെ ചലനം ഉണ്ടാവും, ആ ചലനം ഉപയോഗിച്ച് കണ്ട് നമ്മൾ വണ്ടിയൊക്കെ മൂവ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു സ്പ്ലിറ്റ് റിങ്ങും സ്ലിപ്പിലെ വ്യത്യാസം നമ്മൾ ഇനി 6ാം പാഠത്തിലാണ് കണക്ട് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. അത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചിരിക്കേണ്ടത്. റെഡി ആണല്ലോ? കുഴപ്പമില്ലല്ലോ മക്കളെ? ഇല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു കേട്ടോ, അത് കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇത് വെച്ചുകൊണ്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു മോട്ടോർ പ്രിൻസിപ്പിൾ? ഒരു മോട്ടോർ പ്രിൻസിപ്പിൾ എന്നല്ല, എന്താണ് മോട്ടോർ തത്വം, മോട്ടോർ പ്രിൻസിപ്പിൾ? നമ്മൾ പറഞ്ഞു എപ്പോഴാണോ മൂവ്മെൻറ്റ് ഉണ്ടാവുക അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ കലങ്ങുക അല്ലേ, അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ ചലിക്കുക. അതുപോലെ പറയാണ് ഈ കറന്റ് ക്യാരിങ് കണ്ടക്ടർ വിച്ച് ഈസ് ഫ്രീ ടു മൂവ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സിബിറ്റഡ് ടെൻഡൻസി ടു ഡിഫ്ലക്ട്. എപ്പോഴാണോ ചലനം ഉണ്ടാവണത് അപ്പം എന്ത് ചെയ്യും? ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അഥവാ ഒരു നമ്മൾ പറഞ്ഞില്ലേ വിഭ്രംശിക്കുന്ന പറയല്ലേ, ഒരു ചലനം അവിടെ എന്ത് ചെയ്യും? ഒരു ചലനം ഉണ്ടാക്കും. അതവിടെ ഉണ്ടാകുമ്പോഴാണ് എന്ത് മോട്ടോർ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പറയാം. ദിസ് ഈസ് എ മോട്ടോർ പ്രിൻസിപ്പിൾ. മലയാളം കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, മലയാളം ഉൾപ്പെടുത്താം കേട്ടോ. അതേപോലെ മനസ്സിലാക്കി വെച്ചോ, ഈ ലെഫ്റ്റ് ഹാൻഡ് റൂള്, ഫ്ലെമിങ്സിന് ലെഫ്റ്റ് ഹാൻഡ് റൂള്, അതേപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, അതേപോലെ മോട്ടോർ പ്രിൻസിപ്പിൾ. ഈ 3 കാര്യങ്ങൾ എന്തായാലും 2 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഷുവറാണ് മക്കളെ, എക്സാമിന് നാളങ്ങൾ കാണും. അപ്പോൾ പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ അതേപോലെ പറയാണ് ഈ ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. തമ്പ് എന്ന് പറയുന്നത് ആരും ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തമ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. അതേപോലെ നമ്മൾ പറഞ്ഞില്ലേ ചൂണ്ടാൻ വിരൽ പറയില്ല, ഈ ചൂണ്ടാൻ വിരലാണ് എന്ത്? അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടാണ് ഇവിടെ എന്ത് നടുവിരലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പഠിക്കാനുള്ളതാണ് എന്ത്? മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ അഥവാ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇവിടുന്ന് എന്തായാലും ക്വസ്റ്റ്യൻ വരലുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആയതുകൊണ്ട് അതിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയണേ. എല്ലാവരും ശ്രദ്ധിച്ചോ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇവിടുത്തെ റൂള് ഏതാ? അതന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, FLR. ഓക്കെ, പിന്നെ പഠിക്കാനുള്ള എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് പഠിക്കാനുണ്ടാവുക ഇവിടുത്തെ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? പറ. ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? സൗണ്ട് ഉണ്ടാക്കില്ലേ? സൗണ്ട് എങ്ങനെ ഉണ്ടാക്കണത്? നമ്മൾ എന്താ കാട്ടേണ്ടത്? നമ്മൾ പറഞ്ഞിരുന്നു ഈ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ ഉണ്ട്, മൂവിങ് കോയിൽ മൈക്രോഫോൺ ഉണ്ട്. ഇപ്പം ഞാൻ മൈക്കായിട്ട് ഉപയോഗിക്കലില്ലേ ക്ലാസ് ഓഫ്ലൈനി വരുമ്പോൾ? അപ്പോൾ സംസാരിക്കണത് ഈ കൂടിയാ മൂവിങ് കോയിൽ മൈക്രോഫോണിക്ക് ഞാൻ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇങ്ങനെ പാസ് ചെയ്യും. എന്നിട്ട് ആ വയർ ഞാൻ എന്ത് ചെയ്യും? ലൗഡ് സ്പീക്കർ ഇല്ലേടാ, ആ ലൗഡ് സ്പീക്കറിലേക്ക് ഞാൻ ഇമ്പൾസ് കൊടുക്കും. പുറത്തോട്ട് നല്ല എനർജിയിൽ എന്ത് ചെയ്യും? സൗണ്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ മനസ്സിലാക്കി വെച്ചോ, ഇവിടുത്തെ എനർജി ചേഞ്ച് പഠിച്ചോ. ഇലക്ട്രിക്കൽ എനർജി ടു യാന്ത്രിക എനർജി അഥവാ മെക്കാനിക്കൽ എനർജി പഠിച്ചു വെച്ചോട്ടോ.
ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. നമുക്ക് ഇനി പറയാനെന്താ വെച്ചാൽ മെക്കാനിക്കൽ എനർജിക്കാണ് നമ്മൾ ചേഞ്ച് ആക്കുക. അപ്പോൾ എല്ലാവരും പറയും സൗണ്ട് എനർജി അല്ലേ, സൗണ്ട് എനർജിയാണ്. ആ സൗണ്ട് എനർജി എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ നോക്കാം, നമ്മൾ പറഞ്ഞ ലൗഡ് സ്പീക്കറിൻ്റെ ഈ പുറംഭാഗമല്ലേ, ഇതിങ്ങനെ മുകളിലോട്ടും അടിയിലോട്ടും ഇങ്ങനെ മാഗ്നറ്റ് നോക്കാം, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യേക്കണം. ഈ വൈബ്രേറ്റ് പറയുമ്പോൾ ചലനല്ലേ, അപ്പോൾ ഒരു മെക്കാനിക്കൽ എനർജി പോലെ ഇല്ലേടാ, അതുകൊണ്ട് നമ്മൾ സൗണ്ട് എനർജി എന്നല്ല പറയാ, പൊതുവെ മെക്കാനിക്കൽ എനർജി എന്നാണ് ഇവിടെ കൊടുക്കുക. ഓക്കെ, മനസ്സിലാക്കി വെച്ചോ. അപ്പോൾ റൂള് പറഞ്ഞു, എനർജി ചേഞ്ച് പറഞ്ഞു. ഇനി അടുത്ത പറയാനുള്ളത് ആരായിരിക്കും? അവിടുത്തെ ആരായിരിക്കും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പിൾ ആരായിരിക്കും ഇവിടുത്തെ? നമുക്കറിയാം, ഇവിടെ ആരാ? മോട്ടോർ പ്രിൻസിപ്പിൾ. ഇപ്പോൾ ചോദിക്കൊണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ വെച്ചാൽ ഒരു ചിത്രം തരും, ഈ ചിത്രം തന്നുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കും, ഐഡന്റിഫൈ ദി ഫിഗർ. രണ്ടാമത്തെ ചോദ്യം എനർജി ചേഞ്ച് എന്താണെന്നുള്ളത് പറയാം. മൂന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദിസ്. ഇത് ഏത് പ്രിൻസിപ്പിൾ വെച്ചാണ് ഇത് പ്രവർത്തിക്കണം എന്നുള്ളത് അത് സ്റ്റേറ്റ് ചെയ്യാനും ചോദ്യം വരും. 4 മാർക്കിന് വരെ ഈ ചോദ്യം വരാം. ഞങ്ങൾ പലതവണ എക്സാമിന് വരുന്നില്ല, ഞാൻ ഓഫ്ലൈനിൽ പറഞ്ഞതാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. മോട്ടോർ പ്രിൻസിപ്പിൾ വരാം. ഇനി അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യാൻ അറിയണം. അതിൻ്റെ പാർട്സ് ആരൊക്കെ എന്നുള്ളത് അറിയണം. ഇതിൻ്റെ പാർട്സ് ആരൊക്കെ ഒന്ന് പറഞ്ഞേ. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിലാരൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലുണ്ട് കേട്ടോ, വോയിസ് കോയിൽ. അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എഴുതിയാൽ കറക്റ്റായിട്ട് കിട്ടൂലെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വോയിസ് കോയിൽ, പേപ്പർ ഡയഫ്രാം, മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണേ. വോയിസ് കോയിൽ, പേപ്പർ ഡയഫ്രാം, മാഗ്നറ്റിക് ഫീൽഡ്, കണക്റ്റിംഗ് വയർ, സോഫ്റ്റ്വെയർ ഷീൽഡ്. ഇത് റീഡ്രോ ചെയ്തുകാണ്ട് വരെ ഇത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ലാബിൽ ചെയ്യാൻ പലതവണ ആയിട്ട് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഷുവറായിട്ട് ഇതിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണാപ്പാടം പഠിച്ചു പോയ പോരാ, ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, റെഡി ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഈ ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ മാത്രം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ എന്നുള്ളതല്ല, ഇത്രയും പാഠങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കണ്ടുകാണ്ട് വേണം നാളെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോകാൻ. ബാക്കിയുള്ളത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് ടെസ്റ്റ് മാക്സിമം എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ലെറ്റേഴ്സസ് ഒക്കെ കവർ ചെയ്താണ് എന്ത് ചെയ്യുക, ലെറ്റേഴ്സസ് ഒക്കെ നല്ല രീതിയിൽ വിലയിരുത്താൻ എന്തെങ്കിലും ഭാഗമുണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പഠിച്ചിട്ട് പോവുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. ഇത്രയും ഭാഗങ്ങൾ തിയറി പക്ക അടിപൊളിയാക്കിയിട്ട് മാത്രം നാളെ എക്സാമിന് പോയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഓൾ ദി ബെസ്റ്റ് ഗൈസ്. മക്കൾ എന്ത് ചെയ്യുക, തകർത്ത് ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.